സുരാജ് സീൻ ആക്ടിങ് കോമഡി ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയൊക്കെ, പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല പടം. ഷർബാന കൊള്ളാം, നല്ല ആക്ടിങ്, എല്ലാവരും കൊള്ളാം. എല്ലാവരും അഭിനയം സൂപ്പർ. കോമഡി, നല്ല കോമഡിയുള്ള സിനിമ. ഈ പേര് കൂട്ടമണി ആ ഒരു വൈബുണ്ട്. പിന്നെ സിനിമ സ്ക്രിപ്റ്റൊക്കെ ഫ്രഷാണ്, കൊള്ളാം, എല്ലാവരും കൊള്ളാം. സുരാജ് ഞറമൂടായിരുന്നാലും ഷറഫുദ്ദീനെ മറ്റു പയ്യനായിരുന്നു, എല്ലാവരും കൊള്ളായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. 2 മണിക്കൂർ ശരിക്കും തുടക്കം നമ്മൾ കണക്ട് ചെയ്യാൻ അല്പം ഒരു പ്രശ്നമായിരിക്കും, പക്ഷേ പിന്നീട് നമുക്ക് ഓക്കെ ആവും. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരിക്കലും എന്താ പറയുക, എൻഡിങ് മനസ്സിലാവില്ല, അങ്ങനത്തെ ടൈപ്പായിരിക്കും പെട്ടെന്നുള്ള. കൊള്ളാം പേര്, അതേപോലെ ആ സംഭവം ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. പിന്നെ ഒരു ഇതിഹാസ പോലത്തെ ഒരു ആ ഒരു വൈബിലിരുന്ന് കാണണം. അതായത് നമ്മളങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടം എക്സ്പെക്ട് ചെയ്തിട്ട് പോകണമല്ല, പക്ഷേ ആ ഒരു ഫാൻറ്റസി ആയിട്ടുള്ള സംഭവം അതിൻ്റെ പ്ലോട്ട് നേരത്തെ മനസ്സിലാക്കിയിട്ട് പോകണതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല വർക്കായ ഒരു പടമാണ് പടക്കളം. പിന്നെ ഷറഫുദ്ദീൻ്റെ ഓറ ഒരു പ്രത്യേക ഓറയാണ്. ഷറഫുദ്ദീൻ സുരാജ് ഞറമൂടായിട്ടുള്ള ഒരു കോംബോ ഒക്കെ ഉണ്ട്, അത് ഭയങ്കര വർക്കായി. പടം മൊത്തത്തിൽ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. ഒരു കണ്ടാലും മതി, എന്നാലും തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു ഫീലുള്ള ഒരു പടമാണ്, നല്ലൊരു പടമാണ്. ഈ ഇടയ്ക്കിറങ്ങിയതിലൊരു നല്ല പടമായിട്ടാണ് ഈ പടക്കളം. അല്ല, എല്ലാവരും കൊള്ളാം. സുരാജും ഷറഫുദ്ദീനും പിന്നെ മറ്റേ ലീഡില്ലേ, മറ്റേ ജിംഖാനിലൊക്കെ ഉണ്ടായിരുന്നു, അവനും കൊള്ളാം, എല്ലാവരും കൊള്ളാം. എടുത്തു പറയാനായിട്ട് ഇതിൽ മൊത്തത്തിലൊരു സ്ഥിരം കാണുന്ന സ്റ്റോറി ലൈനല്ല, നല്ലോണം എടുത്തിട്ടുണ്ട്. VFX ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കോമഡിയൊക്കെ അവിടെ നല്ലോണം വർക്കായിട്ടുണ്ട്, കൊള്ളാം. ഒന്നും ഇല്ലാതെ ഒന്നാണ്, അതുകൊണ്ട് നല്ലോണം വർക്കായി. ഒരു ഫിക്ഷണൽ സംഭവമാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്, അത് നല്ലോണം തന്നെ വർക്കായിട്ടുണ്ട്. കോമഡിയൊക്കെ ഏകദേശം നല്ലോണം വർക്കാണ്. സെക്കൻഡ് ഹാഫൊക്കെ നല്ലോണം ചിരിക്കാറുണ്ട്. സമയം പോകണം അറിയില്ല, തിയേറ്ററിൽ വന്ന് കാണാം. സ്റ്റാർട്ടിങ് ഒരു 10-20 മിനിറ്റ് കുറച്ച് ലാഗ് തോന്നിക്കും, കാരണം നമുക്ക് കണക്റ്റ് ആവില്ല. സെക്കൻഡ് ഹാഫ് സുരാജിൻ്റെ ഒരു റീ എൻട്രി വരുമ്പോഴേക്കും പടം കുറച്ചുകൂടെ കയറും. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെറ്റാണ്, അടിപൊളി.